ഉപദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ അമ്മ പറയുക, അതിനാൽ മക്കളെ ശിശു സഹജമായ മനസ്സോടെ ഈ പ്രാർത്ഥന ചൊല്ലുക. മദ്യപിച്ച് ബോധം കെട്ട് ലഹരികൾ ഉപയോഗിച്ച് ബോധമില്ലാതെ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയല്ല ഇത്. അമ്മ പറയാ, ശിശു സഹജമായ മനസ്സ്, കളങ്കമില്ലാത്ത മനസ്സോടെ സുബോധത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുക. അപ്പോൾ പിശാചിന്റെ അഹങ്കാരം പരാജിതമാകും. ഹല്ലേലൂയ. രണ്ടാം ഹവ്വയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ആഗമനം തന്നെ അവന് ലജ്ജാകരമായി തോന്നുന്നെങ്കിൽ ആ അമ്മയെ അനുധാവനം ചെയ്ത് അമ്മയുടെ ശിശുസഹജമായ ദൈവിക പ്രതിപത്തിയുള്ള ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ലോകത്തിലെ മനുഷ്യമക്കൾ ജപമാല പ്രാർത്ഥന ദൈവവചനത്തിന്റെ ആവർത്തനം നടത്തുമ്പോൾ പിശാചിന്റെ അഹങ്കാരം പരാജിതമാകും. അവന്റെ ലോകം നശിച്ചു പോകുമെന്ന് അമ്മ പറയാ. എന്നിട്ട് വീണ്ടും അമ്മ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ അവനെ ചങ്ങലകൾ കൊണ്ടല്ല, ബലഹീനമെന്ന് മനുഷ്യദൃഷ്ടിയിൽ തോന്നുന്നതും എന്നാൽ ബലിഷ്ഠമായതുമായ പരിശുദ്ധ ജപമാല കൊണ്ട് ബന്ധിക്കുമ്പോൾ അവൻ സംശയലേശമെന്നെ താഴ്ത്തപ്പെടുമെന്ന് അവൻ മനസ്സിലാക്കും. മക്കളെ, ഈ ലോകമക്കൾ എന്നോടൊപ്പം ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഈ പ്രാർത്ഥനാ സമയം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ പ്രാർത്ഥനയ്ക്കായി നിങ്ങൾ അമ്മയെ ക്ഷണിക്കുമ്പോൾ ആ ക്ഷണം സ്വീകരിച്ച് എൻ്റെ പ്രാർത്ഥന, ആരുടെ പ്രാർത്ഥന? പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന നിങ്ങളുടെ പ്രാർത്ഥനയോട് ചേർത്ത് പിതാവിന് പുത്രനിലൂടെ അർപ്പിക്കുന്നു. ഹല്ലേലൂയ. എത്ര വലിയ സംഭവമാണെന്നറിയോ ജപമാല പ്രാർത്ഥനയുടെ സമയത്ത് സംഭവിക്കുന്നേ. പിതാവ് കാതോർത്തിരിക്കുന്നു തൻ്റെ പുത്രിയുടെ പ്രാർത്ഥനകൾക്ക് നേരെ. തൻ്റെ പുത്രി ആരാ? പരിശുദ്ധ കന്യകാമറിയം. ആ കന്യകാമറിയത്തിൻ്റെ കൂടെ നിൽക്കുന്നത് ആരാ? നമ്മൾ ഓരോരുത്തരും. ഈശോയുടെ പീഡാസഹനങ്ങൾ, രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കുന്നത് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഈശോയും അനുഗ്രഹിക്കാൻ കാതോർത്തിരിക്കുക. അമ്മ പറയാ, ആ പ്രാർത്ഥന സമയം നിങ്ങളുടെ പ്രാർത്ഥന എൻ്റെ പ്രാർത്ഥനയോട് ഞാൻ ചേർക്കും. എന്നിട്ട് ആ പ്രാർത്ഥന പുത്രനിലൂടെ പിതാവിന് കൊടുക്കും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അത് ഫലപ്രദമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്നേ, അർത്ഥം മനസ്സിലാക്കി ജപമാല പ്രാർത്ഥന ഉരുവിടണം, പ്രാർത്ഥിക്കണം. എപ്പോഴെങ്കിലും ബാല്യകാലത്തെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള നന്മ നിറഞ്ഞു പറയുന്നത് ഇങ്ങനെ അർത്ഥമില്ലാതെ സ്പീഡിൽ ചൊല്ലി പോകരുത്. ആരുടെ മുൻപിലാ, ആരെയാണ് നീ സമീപിച്ചിരിക്കുന്നതെന്ന് നീ ഓർക്കണം. നിന്റെ അമ്മ, യേശുവിൻ്റെ അമ്മ നിന്റെ കൂടെയുണ്ട് കുഞ്ഞേ. സ്വർഗം മുഴുവനും കാതോർത്തിരിക്കുക യേശുവിൻ്റെ രക്ഷാകര രഹസ്യങ്ങൾ ഒരു മനുഷ്യാത്മാവ് ധ്യാനിക്കുന്നത് കേൾക്കാൻ, കാണാൻ. ആ രക്ഷാകര രഹസ്യങ്ങൾ, ഓരോ രഹസ്യങ്ങളും സഭയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ രഹസ്യങ്ങളും നമ്മൾ ധ്യാനിക്കണം. രഹസ്യം ധ്യാനിക്കാതെ ജപമാല പ്രാർത്ഥന അർപ്പിക്കരുത്. അത് ആത്മാവില്ലാത്ത ശരീരം പോലെയായി തീരും. അങ്ങനെ പ്രാർത്ഥിക്കരുത്. ജപമാല ചൊല്ലുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ ധ്യാനിക്കണം. ധ്യാനിച്ചിട്ട് ആ രക്ഷാകര രഹസ്യങ്ങളോട് ചേർത്ത് വെച്ച് നമ്മുടെ പ്രാർത്ഥന വചനം ഉരുവിട്ടുകൊണ്ട് സമർപ്പിക്കുമ്പോൾ സ്വർഗത്തിന് ഇല്ലെന്ന് പറയാൻ പറ്റില്ലെന്നേ. സ്വർഗത്തിന് കടന്നു വരാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾക്കും സ്വർഗത്തിനുമിടയിൽ എന്താ സംഭവിക്കുന്നത് എന്ന് ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ. അതുകൊണ്ട് അമ്മ പറയാ, അപ്പോൾ അത് ഫലപ്രദമാകുന്നു. കാരണം എന്തെന്നാൽ ഈ സ്വർഗീയ അമ്മയുടെ അപേക്ഷകൾക്ക് ഇല്ല എന്ന് പറയാൻ യേശുവിന് കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ. യേശുവിന് ഇല്ലെന്ന് പറയാൻ പറ്റില്ല അമ്മ ചോദിച്ച. അപ്പം അമ്മയോടൊപ്പം നമുക്ക് ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് ജപമാല പ്രാർത്ഥന. ജപമാലയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഞാൻ ജപമാലയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. പ്രാർത്ഥനകളുടെ പ്രാർത്ഥന വിശുദ്ധ കുർബാന തന്നെയാണ്.
വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് ഏത് പ്രാർത്ഥനയ്ക്കും പ്രസക്തിയുള്ളൂ. മക്കളെ, ജപമാല രഹസ്യങ്ങളെ പറ്റി ധ്യാനിക്കുമ്പോൾ യേശുവിൻ്റെ മനുഷ്യ അവതാരം മുതൽ ഉയർപ്പ് വരെയുള്ള ജീവിതം മുഴുവനും നിങ്ങൾ ഗ്രഹിക്കുകയും രക്ഷാകര ദൗത്യത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾ ഈ സ്വർഗീയ അമ്മയിലൂടെയുള്ള സ്നേഹത്തിൻ്റെ രഹസ്യത്തെ മനസ്സിലാക്കുന്നു. ഇതുവഴി പരിശുദ്ധ അമ്മയിലൂടെ യേശുവിൻ്റെ തിരുഹൃദയത്തിലെ ദിവ്യപ്രഭ, സ്നേഹമാകുന്ന ആ വലിയ നിധി നിങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ, ആവേ മരിയ. ആ സ്നേഹനിധി ഇല്ലെങ്കിൽ നമുക്ക് എന്തോ ഉള്ളേ? ഒന്നുമില്ല. ദൈവത്തിൻ്റെ സ്നേഹമാകുന്ന വലിയ നിധി. കഴിഞ്ഞ സന്ദേശങ്ങളിൽ പറഞ്ഞില്ലേ, പിളർക്കപ്പെട്ട ഹൃദയത്തിലേക്ക് അവസാന തുള്ളി രക്തവും ജലവും പെയ്തിറങ്ങിയപ്പോൾ, ഒഴുകിയിറങ്ങിയപ്പോൾ മഹാന്മാർ എഴുതി വെച്ചു, കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയം അതൊരു ഖനിയാണ്. അമ്മ പറഞ്ഞു തന്നു, മകളെ അത് സത്യമാണ്, എൻ്റെ ഹൃദയ രക്ഷയുടെ ഖനിയാണ്. ഈ ഖനിയിൽ കിടക്കുക നമ്മൾ ജപമാല പ്രാർത്ഥന ചൊല്ലുമ്പോൾ. നമ്മൾ ഒരുപാട് അധ്വാനിച്ച് കുഴിച്ചെടുക്കേണ്ട സ്നേഹത്തിൻ്റെ നിധിയെ അമ്മ നമ്മളെ സഹായിച്ചുകൊള്ളും. നമ്മൾ ശിശു സഹജമായ മനസ്സോടെ എളിമയോടെ പ്രാർത്ഥിച്ചാൽ മതി. എന്നിട്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അമ്മ പറയുന്നത് കൊണ്ട് ഞാൻ അതേക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ജപമാലയിൽ വിശ്വാസ പ്രമാണങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ആവർത്തനം മൂലം പിതാവിൻ്റെ പൂർണ്ണ മഹിമയ്ക്കായി നിങ്ങൾ രൂപവൽക്കരിക്കപ്പെടുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ചൊല്ലിക്കൊണ്ട് ഏറ്റവും പരിശുദ്ധ തൃത്വത്തെ നിങ്ങൾ ആരാധിക്കുന്നു. ത്രിത്വത്തെ ആരാധിക്കുന്നു. ജപമാല പ്രാർത്ഥനയിൽ തിരുവചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ, പരിശുദ്ധ മറിയമേ എന്ന പ്രാർത്ഥനയിലൂടെ ഈ അമ്മയോടൊപ്പം സാത്താനെതിരെ പ്രവർത്തിക്കാൻ, സ്വർഗീയ സന്തോഷം കണ്ടെത്താൻ നിങ്ങളുടെ ജീവിതത്തിന് ധൈര്യം ലഭിക്കുന്നു. അതിനാൽ മക്കളെ, സൂര്യനെ അണിഞ്ഞിരിക്കുന്ന, ഏത് സൂര്യനെ? നീതി സൂര്യനായ യേശുവിനെ പൂർണ്ണമായിട്ട് അണിഞ്ഞിരിക്കുക പരിശുദ്ധ അമ്മ. അണിഞ്ഞിരിക്കുന്ന സ്ത്രീയാകുന്ന എൻ്റെ നേതൃത്വത്തിൽ സാത്താനെതിരെ മഹാസമരം നടത്താൻ, ജപമാല എന്ന ആയുധം ഉപയോഗിക്കാൻ എല്ലാ മക്കളെയും ഉദ്ബോധിപ്പിക്കുക. ഹല്ലേലൂയ. ഭയപ്പെടരുത്, ദൈവം നമ്മോട് കൂടെ. ദൈവം നമ്മോട് കൂടെ. ഭയപ്പെടരുത്, ദൈവം നമ്മോട് കൂടെ ആയിരിക്കുന്ന സമയമാണ് ജപമാല പ്രാർത്ഥനയുടെ സമയം. ആവേ മരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 19ാമത്തെ സന്ദേശം 1997 ഒക്ടോബർ 26 തിരുവോസ്തി തിരുമാംസമായി രൂപപ്പെട്ട ദിവസം ലഭിച്ച സന്ദേശമാണ്. ഈ സന്ദേശത്തെക്കുറിച്ച്, ഈ സന്ദേശം വായിക്കുന്നതിന് മുൻപ് ഞാൻ പറയാം, പരിശുദ്ധ കുർബാന സത്യമായും ജീവിക്കുന്ന ദൈവമായി, തുടിക്കുന്ന മാംസരക്തമായി വെളിപ്പെട്ട ദിവസമാണെന്ന്. ആ അനുഭവത്തെക്കുറിച്ചും അന്ന് നൽകിയ സന്ദേശത്തെക്കുറിച്ചും ഞാൻ പറയാം. ഹല്ലേലൂയ, ആവേ മരിയ.